Hello everyone, welcome back to Silent Learning. It's me, Jamshad. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC ആനുവൽ എക്സാമിൽ ഉറപ്പായിട്ടും എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ആ 3 ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുതണമെന്നും അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഏതൊരു ക്യാരക്ടറിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഇതിൻ്റെ ആ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ഈ ഒരു സ്ലൈഡ് നിങ്ങളുടെ ഓർമ്മയിൽ വരണം. ഏത് ക്യാരക്ടർ സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു സ്പെഷ്യൽ 3 ക്യാരക്ടർ സ്കെച്ചിനെ പറ്റിയിട്ട്, ആ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോ, ആദ്യം തന്നെ ഹെഡിങ്, ആ ക്യാരക്ടറുടെ പേരങ്ങോട്ട് എഴുതി കൊടുക്കുക. ദാറ്റ്സ് ദ ഹെഡിങ്. അതുപോലെ തന്നെ ഇത് ഏത് കഥയാണ്, ഏത് സ്റ്റോറിയിൽ നിന്നാണ് ആ ക്യാരക്ടറിനെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓതർ പേരും പറ്റുകയാണെങ്കിൽ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ആ ഒരു സ്റ്റോറിയും, ആ സ്റ്റോറിയിൽ നിന്ന് ആ സ്റ്റോറിയുടെ ഓതറിനെയും ഓർമ്മയുണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, ആ ഒരു ക്യാരക്ടറിന് ആ ഒരു സ്റ്റോറിയിൽ എന്താണ് റോൾ എന്നുള്ളത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ മാത്രം അത് മെൻഷൻ ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഏരിയയാണ്, ഡിസ്ക്രൈബ് ബിഹേവിയർ. ഏതൊരു ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാലും അതിൽ ആ ക്യാരക്ടറിൻ്റെ ബിഹേവിയർ നന്നായിട്ട് പറയുന്നുണ്ടായിരിക്കും. സോ ആ ബിഹേവിയർ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് 5 മാർക്കിനാണ് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുള്ളത്. അതിൽ നിർബന്ധമായിട്ടും ബിഹേവിയർ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ആ ബിഹേവിയർ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഇൻസ്റ്റൻസ്, മാർത്ത നല്ലൊരു കുട്ടിയാണെന്ന് പറയാം. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ലൊരു കുട്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നെവർനെസ്സിലെ ഓൺ ജെയിന് നല്ല ഒരു മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റിയൊരു സ്ത്രീയാണ്. കാരണം ഇന്ന സമയത്തൊക്കെ എന്നെ ഇടപെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സ്വഭാവം വിവരിക്കുന്ന സമയത്ത് അത് ചാപ്റ്ററിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൂടി അവിടെ വിവരിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് കുറച്ചുകൂടി ലെങ്തി ആക്കാൻ ഒരു ഹാഫ് പേജോളം നമുക്ക് എഴുതണമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മറ്റു ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. മാർത്തയെ പറയുന്ന സമയത്ത് മാർത്തയുടെ ഗ്രാൻഡ് ഫാദറിനെ പറയാം. ഓൺ ജെയിനെ പറയുന്ന സമയത്ത് ജാക്കിനെയും ജില്ലിനെ പറയാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ക്യാരക്ടറെ വെച്ചിട്ട് മറ്റൊരു ക്യാരക്ടറെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് കുറച്ചുകൂടി ഭംഗിയാക്കാം, ലെങ്തി ആക്കാം. ഇനി നമ്മൾ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു 3 ക്യാരക്ടേഴ്സിനെ പറയാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ മാർത്ത തന്നെയാണ്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. ഇനി വരുന്ന ആനുവൽ എക്സാമിൽ, നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മാർത്ത എന്നുള്ളത്. മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതാ ഇങ്ങനെ എഴുതിയാൽ മതി. മാർത്ത എന്ന് ഹെഡിങ് എഴുതുക. മാർത്ത ഈസ് എ 14-year-old ഗേൾ ആൻഡ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പണ്ടോ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ ഇത് ഓതർ 36 തന്നെയാണ്. ഇതാ നമ്മുടെ മാർത്ത സലീനാസ് ആണ് അതിൻ്റെ ഓതർ. അതുകൊണ്ട് തന്നെ ഓതർ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. വാട്ടെവർ ഇറ്റ് ഈസ്, മാർത്ത ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. അത് മെയിൻ ക്യാരക്ടറാണ് ഇതിലെ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ. ഷീ ഈസ് എ സ്മോൾ ആൻഡ് തിൻ ബിക്കോസ് ഹർ ഫാമിലി ഈസ് പുവർ ആൻഡ് കനോട്ട് അഫോർഡ് ഗുഡ് ഫുഡ്. അവൾ ഭയങ്കര സ്മോൾ ആണ്, ഭയങ്കര തിന്നാണ്. ഞാൻ പറഞ്ഞു ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അത് ക്യാരക്ടർ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടാത്തത് കൊണ്ട്, ആ പാവപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് വളരെ മെലിഞ്ഞിട്ടാണ്. മാർത്ത ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. കാരണം ഷീ ഓൾവേസ് ഗെറ്റ്സ് ഹയസ്റ്റ് ഗ്രേഡ് ഇൻ സ്കൂൾ. അതിൻ്റെ ആ ഒരു റീസൺ എന്തുകൊണ്ടാണ് അവൾ ഇൻ്റലിജൻ്റ് ആയത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത് പറയാൻ കാരണം അവൾക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. ഷീ ഈസ് ഓൾസോ ഓണസ്റ്റ് ആൻഡ് ഡിറ്റർമൈൻഡ്. അവൾ ഓണസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഡിറ്റർമൈൻഡ്, ഉറച്ച തീരുമാനങ്ങളൊക്കെ ഉറച്ച ഒരു വ്യക്തിയാണ്. വെൻ ദ പ്രിൻസിപ്പൾ, അതിൻ്റെ ആ ഒരു ഇൻസ്റ്റൻസ് ഫ്രം ദ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. പ്രിൻസിപ്പൾ അവളോട് അയച്ചു ടു പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ പേ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷി റെഫ്യൂസസ് ബിക്കോസ് ഷി ബിലീവ്സ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ബേസ്ഡ് ഓൺ ദ മെറിറ്റ് ഓൺ മണി. അപ്പോൾ അവൾ തിരിച്ച് റിപ്ലൈ കൊടുത്തു, ഇത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് സ്കോളർഷിപ്പ് എന്നുള്ളത്, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത്, അല്ലാതെ പണം കൊടുത്ത് കിട്ടുന്നതല്ല. അത് പിന്നെ ഓൾറെഡി അത് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ആനുകൂല്യമാണ്, അത് പണം കൊടുത്ത് വാങ്ങി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അവൾ ഇൻ്റലിജൻ്റ് ആണ്, ഡിറ്റർമൈൻഡ് ആണ്, അവൾ ഉറച്ച് തീരുമാനിച്ചവളാണ്. സോ അവളുടെ ആ ഒരു ഇൻസ്റ്റൻസ് ആണ് അവിടെ കൊടുത്തുള്ളത്. ഇത്രയും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാം. നോക്കിക്കോ, ഷീ റെസ്പെക്ട്സ്
her grandfather and listened to his advice. അവളുടെ ഗ്രാൻഡ് ഫാദറിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ അഡ്വൈസുകൾ സ്വീകരിക്കുന്നുണ്ട്. ഈവൻ വെൻ ഷി ഫീൽ സാഡ് അബൌട്ട് ദ അൺഫെയർ സിറ്റുവേഷൻ, സ്കൂളിൽ അങ്ങനത്തെ ഒരു അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ, ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഷി സ്റ്റേ സ്ട്രോങ്. അവൾ സ്ട്രോങ് ആയിരുന്നു. അവൾ കരഞ്ഞ് എവിടെ പോയി ഒരു മൂലക്കിരുന്ന് അയ്യോ എന്ന് ചെയ്താണല്ലോ അല്ലേ, അവൾ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇൻ ദ എൻഡ്, അവസാനം മാത ഗെറ്റ്സ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബിക്കോസ് ഓഫ് ഹോണസ്റ്റി ആൻഡ് കറേജ്. അവളുടെ ആ ഒരു ധൈര്യത്തിൽ നിന്നും അവളുടെ ആ ഒരു ഓണസ്റ്റിയിൽ നിന്നും അതിൽ നിന്നൊക്കെ അവൾക്ക് അവസാനം ആ ജാക്കറ്റ് നേടിയെടുക്കാൻ, സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഷി ടീച്ചസ് അസ്, അവൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഹാർഡ് വർക്ക് ആൻഡ് ഫെയർനെസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി. പണത്തിനേക്കാളും ഫെയർനെസ്സും അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ്. നമ്മൾ നല്ല കുട്ടികളായിരിക്കുക ആണെങ്കിൽ സക്സസ് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ പെർസീവറൻസ് ഉണ്ടായിരിക്കുക, അത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ള വലിയൊരു പാഠം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ക്യാരക്ടറാണ് മിസ്റ്റർ ജോൺ. അടുത്ത ക്യാരക്ടർ ആരാണ്? മിസ്റ്റർ ജോൺ. എക്സ്പെക്റ്റബിൾ മക്കളെ, എക്സ്പെക്റ്റബിൾ. ഈ ക്യാരക്ടറിൻ്റെ പേര്, ഈ ഒരു പിക്ചേഴ്സ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതാണ് ചാപ്റ്റർ എന്നുള്ളതും ഏതാണ് ക്യാരക്ടർ എന്നുള്ളതും ഒക്കെ അറിയാം. നമ്മളെ AJ ക്രോണിൻ്റെ ആ ഒരു ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിലെ യങ് മാൻ ആണ് ജോൺ എന്നുള്ളത് ഹെഡിങ് അവർ എഴുതി കൊടുക്കുന്നു. ഇത്രയും ഈ ഒരു ഫോട്ടോസ് നമ്മൾ AJ ക്രോണിൻ ഓക്കെ കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഇത് AJ ക്രോണിൻ, ഇപ്പോഴാണ് നമ്മുടെ ജോൺ, ഏകദേശം ഐഡിയ കിട്ടിക്കാണും. നോക്കാം എങ്ങനെ എഴുതി നോക്കാം. വളരെ കുഞ്ഞൊരു ക്യാരക്ടർ സ്കെച്ചാണ്. John is a young man in the story The Best Investment I Ever Made, written by AJ Cronin. കണ്ടോ, സ്റ്റാർട്ടിങ് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ സ്റ്റാർട്ടിങ് എങ്ങനെ വേണമെന്നുള്ളത്. ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്, ഓതറുടെ പേര്, യെസ്, ഹി ഹാഡ് എ ട്രബിൾഡ് പാസ്റ്റ് ആൻഡ് മെയ്ഡ് എ പോർ ഡിസിഷൻ ദാറ്റ് നിയർലി കോസ് ഹിം ഹിസ് ലൈഫ്. അദ്ദേഹത്തിന് ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ അതാണ്, ആ പാസ്റ്റിനെ പറ്റിയിട്ടാണ് ആ ഒരു ചിത്രം കാണിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു പാസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മോശം ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഹി വാസ് കോട്ട് സ്റ്റീലിംഗ് മണി. അദ്ദേഹം പണം കട്ടെടുത്തത് പൊക്കി. ആൻഡ് ഔട്ട് ഓഫ് ഗിൽറ്റ് ആൻഡ് ഫിയർ അറ്റംപ്റ്റഡ് സൂയിസൈഡ്. അതിൽ നിന്ന് വിഷമം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ എന്താക്കി, ഇനി ഒരിക്കലും എൻ്റെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അവനെ ആത്മഹത്യ ചെയ്യാൻ വരെ പോയി. However, he was saved by the narrator. നമ്മുടെ നെറേറ്റർ ആരാ? AJ ക്രോണിനാണ് അവരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗിവൺ എ സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു ചാൻസ് നൽകി ജീവിക്കാൻ. ജോൺ ഈസ് റിഗ്രറ്റ്ഫുൾ ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സൺ. ജോൺ എന്ന് പറയുന്നത് ഭയങ്കര റിഗ്രറ്റ്ഫുൾ ആണ്. തെറ്റ് പറ്റിപ്പോയി. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ, ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. ഹി റിയലൈസസ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് വർക്ക്സ് ഹാർഡ് ടു ചേഞ്ച് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ആ ഒരു കാര്യം മനസ്സിലാക്കി, ഉത്തരവാദിത്തം മനസ്സിലാക്കി, ഇങ്ങേരാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്, അപ്പോൾ ഇങ്ങേര് ചെയ്ത എൻ്റെ ജീവൻ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാം എന്നുള്ള വലിയൊരു ചേഞ്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവൻ എത്തുന്ന സിറ്റുവേഷനാണ്. വിത്ത് സപ്പോർട്ട് ഹി ഗ്രോസ് ഇൻ ടു കൈൻഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഇൻഡിവിജ്വൽ. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ദയാലുവായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവൻ വളരുകയാണ്. He later became a successful solicitor. അങ്ങനെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളായി മാറുകയാണ്. ഹെൽപ്പിംഗ് troubled youth so though they don't make a same mistake he did. അവൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു, സൂയിസൈഡ് എന്നുള്ള. അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള യുവാക്കളായിട്ടുള്ള ആൾക്കാരെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സോളിസിറ്റർ ആയിട്ട് അവൻ മാറുകയാണ്. His story shows that change is possible with the right guidance. നല്ല ഗൈഡൻസ് കിട്ടിയാലും നല്ല സപ്പോർട്ട് കിട്ടിയാലും നമുക്ക് മാറ്റങ്ങൾ സാധ്യമാണ് അല്ലേ? നിങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഓൾറെഡി നിങ്ങൾ മാറ്റത്തിലായിരിക്കും. ജോൺസ് ക്യാരക്ടർ ടീച്ചസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡ് ചാൻസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ പേഴ്സണലി നമ്മൾ ഗ്രോത്ത് ഉണ്ടാവണം, നമ്മൾ വളർച്ച ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് ചാൻസിൻ്റെ ഇമ്പോർട്ടൻസിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള അടുത്തത് നമ്മൾ ഗസ് ചെയ്യാൻ പോകുന്ന ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാരക്ടർ നോക്കാം. യെസ്, നോക്കിക്കോ ദാ പിടിച്ചോ. യെസ്, ഹോമിയോപാത്ത്. ഈ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ഇനി വരുന്ന ആനുവൽ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആണ് മക്കളെ, എക്സ്പെക്റ്റബിൾ ആണ്. യെസ്, നോക്കിക്കോ. ഹോമിയോപാത്ത് ഇസ് ഇൻ ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഈസ് എ യങ് അൺമാരീഡ് ഡോക്ടർ. ഹോമിയോപാത്ത് എന്നുള്ളത് സ്നേക്ക് ആൻഡ് മിറർ എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു യങ് ആണ്, അൺമാരീഡ് ഡോക്ടറാണ്, കല്യാണം കഴിക്കാത്തൊരു ഡോക്ടറാണ്, നമുക്കറിയാം ചാപ്റ്റർ അല്ലേ. ആൻഡ് ഹു ലിവ്സ് അലോൺ ഇൻ എ സ്മോൾ റെൻറ്റഡ് റൂം. ഒരു ചെറിയൊരു റെൻറ്റഡ് റൂമിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു ചെറിയ റൂമാണ്. ഹി ഈസ് എ വെയിൻ ആൻഡ് പ്രൗഡ്, ഓഫൺ അഡ്മയറിങ് ഹിസ് ലുക്സ് ഇൻ ദ മിറർ ആൻഡ് ഡ്രീമിങ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. അവൻ മൂപ്പരെപ്പോഴും കണ്ണാടി നോക്കിയിട്ട് മീശനെ പറ്റിയിട്ടും ഏത് മീശ, പൊളി മീശ, ആ ലെവല് ഫുൾ അഡ്മയറിങ് ആണ്. തൻ്റെ ഭംഗി, എന്ത് ഭംഗിയാണ് എന്നുള്ള ആ ഒരു ക്യൂട്ട്നെസ് ഓവർ വാരി വിതറാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി, എൻ്റെ ഭാവിയിലുള്ള വൈഫ് എങ്ങനെയാവണം എന്നുള്ള ആ
ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബീസ്. ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ഗൈസ്, ആ ക്യാരക്ടറാണ് നമ്മളിങ്ങോട്ട് കോപ്പി ചെയ്യുന്നത്. ഹി വിഷസ് ടു ബി മോർ ഹാൻഡ്സം ആൻഡ് പ്ലാൻസ് ടു മാരി എ റിച്ച് വുമൺ. വിത്ത് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. However, his pride turns into fear when snake suddenly coils around his arm. അവൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താകുന്നു, പെട്ടെന്ന് ഭയത്തിലേക്ക് മാറുന്നു. പെട്ടെന്ന് ഒരു എന്താക്കുന്നുണ്ട്, അവൻ്റെ കയ്യിൽ എന്താക്കുന്നു, ഒരു സ്നേക്ക് ചുറ്റി വരുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞു രൂപം പോലെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അതൊക്കെയാണ്. നോക്കിക്കോ, he sits frozen. അദ്ദേഹം ഇങ്ങനെ അനങ്ങാതെ വിറച്ചിരിക്കുന്നു. unable to move, realizing how helpless he is. അവൻ എത്രത്തോളം ഹെൽപ്ലെസ് ആണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. this incident teaches him humility and he understands how small and powerless human can be. മനുഷ്യൻ എത്രത്തോളം പവർലെസ് ആണ്, ആ മനുഷ്യന് തീരെ കഴിവില്ലാത്തവനാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിയുന്നത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തവരാണെന്നൊക്കെ മനസ്സിലായി. അവൻ ഭയങ്കര അഭിമാനിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലിയറായി. The story presents him as a funny yet relatable character. നമുക്ക് ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ഹോമിയോപാത്തിന് തോന്നുമെങ്കിലും, പക്ഷേ റിലേറ്റബിൾ ആവാൻ പറ്റുന്ന, നമുക്കും ഇതുപോലെ നമ്മൾ ഭയങ്കര അഹങ്കാരികളായിട്ട് നടക്കും. പക്ഷേ സിറ്റുവേഷൻ വരുന്ന സമയത്ത്, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് we can understand we are nothing. Okay, whose over confidence disappears in the face of danger. ഡേഞ്ചർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് ഒക്കെ നശിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അല്ല മക്കളെ, നമുക്ക് ഈ ഒരു 3 ക്യാരക്ടേഴ്സ് എക്സ്പെക്റ്റബിൾ ആണ്, നല്ല രീതിയിൽ എക്സ്പെക്റ്റബിൾ ആണ്. നന്നായിട്ട് റിസർച്ച് ചെയ്ത സമയത്ത് നമുക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സാണ് നമുക്ക് മുന്നിൽ മനസ്സിലായത്. പക്ഷേ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നും, ഏതൊക്കെയോ ചാപ്റ്റേഴ്സിൽ നിന്നും, മിക്ക ചാപ്റ്റേഴ്സിൽ നിന്നും, കവിതകളല്ലാത്ത എല്ലാ ചാപ്റ്റേഴ്സിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നോക്കിക്കോ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എക്സ്പെക്റ്റബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് രാത്രി കൃത്യം 7:15 ഫുൾ ചാപ്റ്റർ റിവിഷനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്, ഓരോ ക്യാരക്ടറിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് മിസ് ദിസ് ലൈവ്. അത് മാത്രമല്ല, ഈ ഒരു 3 ക്യാരക്ടർ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോരുത്. കൂടാതെ നിങ്ങൾക്ക് ആ ഒരു SSLCയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ചാനലാണ്. നമ്മുടെ ഫുഫു സാറും അതുപോലെ തന്നെ നമ്മുടെ നാച്ചു സാറും ഞാനും എല്ലാവരും ഒക്കെ നിങ്ങൾക്ക് എന്താക്കും പേഴ്സണലി അല്ല നമ്മുടെ വാട്സപ്പ് ചാനലിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടുന്ന വിഷയമില്ല, നമ്മുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഒരു വാട്സപ്പ് ചാനലാണ്, നമ്മുടെ സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വാട്സപ്പ് ചാനലാണ്. ഫ്രീ ആണ്, പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് നാളെ എങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകുന്നത്, ഇങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളതും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ JD signing off from Silent Learning. Bye bye.